തിരികെ എത്താം. ശ്രീ കെ രഞ്ജിത്ത്, ദയവായി ഒന്ന് തുടരുക. ശ്രീ ജോർജ് പടിപ്പാറ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് പടിപ്പാറ, വളരെയധികം വാർത്താ പ്രാധാന്യം കിട്ടുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ, ശൈലികൾ, ചിലപ്പോൾ ചെറിയ ചില വിഷയങ്ങൾ പോലും ആ തരത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുന്നു. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പ്രതികരണത്തെ കാണേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ശ്രീ കെ രഞ്ജിത്ത് ചോദിക്കുന്നത്. ആ തരത്തിലാണോ കാണേണ്ടത്? ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുമ്പോൾ മുഴച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളിലേക്കും മാനറിസങ്ങളിലേക്കും ഒക്കെ സുരേഷ് ഗോപി കടക്കുന്നുണ്ട് എന്നുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളിലുണ്ട് പല ഭാഗത്തു നിന്ന്. എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടേതായിട്ടുള്ള ശൈലി ഉണ്ടാവും, മാനറിസം ഉണ്ടാവും, ക്യാരക്ടർ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. ഒരു വ്യക്തിക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഓൾ ടുഗദർ ചേഞ്ച് ആവാൻ കഴിയില്ല. ചില ഘട്ടങ്ങളിലെങ്കിലും ശരിയായ സുരേഷ് ഗോപി, യഥാർത്ഥ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടും. അദ്ദേഹം ക്ഷോഭിക്കും, അദ്ദേഹം ചിലപ്പോൾ ശാസിക്കും. ഇതൊക്കെ സ്വാഭാവികം തന്നെയാണ്, അത് ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ആ ശാസനയ്ക്കും അതുപോലെ തന്നെ ആ മാനറിസങ്ങൾക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. അതായത് അതിൽ നമ്മൾ കണ്ടത് പ്രവർത്തകരെ വല്ലാതെ ശാസിക്കുന്നതിനോടൊപ്പം വല്ലാത്തൊരു തരം ഭീഷണി കൂടി അദ്ദേഹം മുഴക്കുന്നു. ഞാനങ്ങ് പൊയ്ക്കളയും തിരുവനന്തപുരത്തേക്ക്, എനിക്ക് ഇവിടെ നിന്നോളണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്, വോട്ട് ചേർക്കേണ്ടതും വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, ആ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അങ്ങ് പൊയ്ക്കളയുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ ഇതിലൊക്കെ വന്ന് പെട്ടതാണ്, മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങളാണ് എന്നെ ജയിപ്പിക്കേണ്ടത്, അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, നിങ്ങളുടെ നിയോഗമാണ്, ആ നിയോഗം നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കളയും എന്ന പ്രയോഗമൊക്കെ ഇത്തിരി കടന്നതാണ്. അതിനൊക്കെ ഏത് അദ്ദേഹത്തിന്റെ സഹജമായ സ്വാഭാവിക പ്രതികരണം എന്നൊക്കെ പറഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പ് അല്ല ശ്രീ ജോർജ് പടിപ്പാറ, അതിനെ പറയുന്നുണ്ട്, എന്റെ പ്രവർത്തകരാണ്, എനിക്ക് അവരെ വഴക്കു പറയാനുള്ള അധികാരമുണ്ട്, എനിക്ക് അവരെ ശാസിക്കാനുള്ള അധികാരവുമുണ്ട്, അത് അങ്ങനെ കെടുത്താം. അതൊരു അധ്യാപകൻ സ്റ്റുഡൻസ് ബന്ധം പോലെ തരത്തിലൊക്കെ എടുക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഒരുപക്ഷെ സുരേഷ് ഗോപി പൊതുവെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുകൂടി പറയേണ്ടതായിട്ട് വരുന്നു അതിൻ്റെ ഇടയിൽ. സുരേഷ് ഗോപിയാക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ വ്യത്യസ്തമായ ശൈലിയാണ്, പ്രതികരണമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഭാവികമായ ഒരു കൗശലക്കാരനായ അല്ലെങ്കിൽ വളരെ ഒരു സീസൺഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരന്റെ കാപട്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു തന്ത്രങ്ങളോ ഒന്നും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല, മറിച്ച് അദ്ദേഹമായി തന്നെ ഇടപെടുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മാനറിസത്തിൽ എപ്പോഴും എന്നെ അലട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് യോജിക്കാൻ കഴിയാത്തൊരു ഘടകം എന്ന് പറയുന്നത്, ഞാൻ അല്പം ഉയർന്നു നിൽക്കുന്നു, ഞാനൊരു രാജാവും പ്രജയും തമ്മിലുള്ളൊരു ബന്ധം പോലെ. ആ വാക്ക് അദ്ദേഹം പലപ്പോഴും പ്രജ എന്നുള്ള ആ വാക്ക് അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാജാവും പ്രജയും തമ്മിലുള്ളൊരു ബന്ധമല്ല ഒരു ജനാധിപത്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയും വോട്ടർമാരും തമ്മിലുള്ളത്. അവിടെ സ്ഥാനാർത്ഥിയേക്കാൾ വാല്യുബിൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയേക്കാൾ മൂല്യവും അതുപോലെ തന്നെ പ്രാധാന്യവും വോട്ടർക്കാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും. പലപ്പോഴും സുരേഷ് ഗോപി വളരെ സിനിമാറ്റിക് ആയി പോകുന്നുവെന്ന് എനിക്ക് സംശയം. ഒരുപക്ഷെ അദ്ദേഹം ദീർഘകാലം സിനിമയിൽ നിന്ന് അഭിനയിച്ച് അങ്ങനെ ക്ഷോഭിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നു. ആ ക്ഷോഭം അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലേക്കും പലപ്പോഴും കൊണ്ടുവരുന്നു. പ്രജകളോട് ഇടപെടുന്ന രീതിയിലുള്ള ആ ഒരു ഇടപെടൽ, ഞാനങ്ങ് പൊയ്ക്കളയും, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് നിർബന്ധമില്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് അങ്ങ് പോകും, പിന്നെ നിങ്ങൾ എന്തോ ചെയ്യും എന്നുള്ള ആ ഒരു രീതി അത്ര നല്ലതല്ല. പക്ഷെ മറുവശത്ത് അദ്ദേഹം ആകാനേ കഴിയുള്ളൂ. ഒരു എന്താ പറയാ, ഒരു കൃത്രിമത്വം. ഇപ്പൊ നമ്മൾ വലിയ നേതാക്കൾ പലരും അടുക്കളയിൽ കയറുന്നു, പേര് വിളിക്കുന്നു, തോളത്ത് പിടിക്കുന്നു, ആ രീതിയിലൊക്കെയുള്ള ആ ഒരു അഭിനയത്തിന് അദ്ദേഹം മറ്റു പലരെ പോലെ അഭിനേതാവ് ആണെങ്കിലും അദ്ദേഹം അഭിനയിക്കുന്നതിന് പകരം അദ്ദേഹം യഥാർത്ഥ മനുഷ്യനായി പെരുമാറുന്നു എന്നുള്ളൊരു ഒരു വശത്തുണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരല്പമൊക്കെ കുറച്ചുകൂടി വിനയവും മര്യാദയും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു മാനറിസം നല്ലതാണ്. പകരം ഒരു ഭീഷണിയുടെ സ്വരം എപ്പോഴും വരുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും. റൈറ്റ്, തീർച്ചയായിട്ടും. ഞാൻ ഒന്ന് ദയവായി ശ്രീ ജോർജ് പടിപ്പാറ, ശ്രീ കെ രഞ്ജിത്ത്, അതാണ് വിഷയം. ജനാധിപത്യ